വില ലഭിച്ചില്ല. സപ്ലൈകോ ഓഫീസിനു മുമ്പിൽ പ്രതീകാത്മക പിച്ചതണ്ടൽ സമരം നടത്തി കർഷക സംരക്ഷണ സമിതി. സമിതി രക്ഷാധികാരി ചിദംബരംകുട്ടി ഉദ്ഘാടനം ചെയ്തു. നെല്ല് കൊണ്ടുപോകാൻ സമരം ചെയ്യണം, എന്നിട്ട് അതിന്റെ രസീത് കിട്ടാൻ PRS കിട്ടാൻ സമരം ചെയ്യണം. ഇതൊന്നും അംഗീകരിച്ച് കിട്ടിയിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് അവർക്കൊരു ഡേറ്റ് ഏപ്രിൽ 15 വരെ അംഗീകരിച്ച PRSന് പൈസ കൊടുക്കുള്ളൂ. ബാക്കിയൊക്കെ എന്ത് 3-4 മാസം കഴിഞ്ഞാൽ കൊടുക്കേണ്ടതല്ല പൈസ. നിങ്ങൾ നിശ്ചയിച്ച നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനെ IAS ഓഫീസർ ബേബി കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് കൃഷിക്കാരന് ഉടനടി പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരാഴ്ചക്ക് പൈസ കൊടുക്കണം അദ്ദേഹം പറഞ്ഞു. എന്താ ഇതൊന്നും പരിശോധിക്കാൻ നിങ്ങൾക്ക് സമയമില്ലേ? ഇതൊന്നും നോക്കാനുള്ള നേരം ഈ ഭരണാധികാരികൾക്കില്ലേ? കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് പരാജയമെന്ന CPI വിലയിരുത്തൽ സർക്കാർ പരാജയമെന്നതിന്റെ തെളിവെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത രക്ഷാധികാരി ചിദംബരംകുട്ടി പറഞ്ഞു. ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച തുക കോടതി നിർദ്ദേശം മറികടന്ന് വകമാറ്റിയതെന്തിനെന്നും ചിദംബരംകുട്ടി. കീടം മുതൽ കാട്ടാനയോട് വരെ മല്ലിട്ടുകൊണ്ടാണ് കർഷകർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്തും വളവും ലഭിക്കാനും PRS ലഭിക്കാനും നെല്ലളക്കാനും വരെ സമരം ചെയ്യേണ്ട ഗതികേടാണ്. നെല്ലളന്ന കർഷകർക്ക് പണം ഉടൻ നൽകണമെന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കുകയാണ്. ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച 1600 കോടി രൂപ കർഷകർക്ക് നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ പാലിക്കാതെ സർക്കാർ വകമാറ്റിയത് കർഷക ദ്രോഹമാണ്. ഇക്കാര്യത്തിൽ ഭരണാനുകൂല കർഷക സംഘടനകൾ മറുപടി പറയണം. കേന്ദ്രവിഹിതമെങ്കിലും കർഷകർക്ക് നേരിട്ട് ലഭിക്കാനുള്ള സംവിധാനത്തിന് തടസ്സം നിൽക്കുന്നതും സർക്കാരാണ്. കർഷക വഞ്ചന മാത്രം നടത്തുന്ന സർക്കാരിനെതിരെ പറ്റാവുന്ന മേഖലകളിലെല്ലാം പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമെന്നും ചിദംബരംകുട്ടി പറഞ്ഞു. പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു. K ശിവാനന്ദൻ നെന്മേനി, മുരളീധരൻ പല്ലശ്ശന, K സഹദേവൻ കമ്പങ്കോട്, B രമാദാസ് പല്ലശ്ശന, V ദീപൻ ചിറ്റൂർ, M അയ്യപ്പൻ, KC രാമദാസ് എന്നിവർ സംസാരിച്ചു.